CPIയിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് നിലവിലെ തന്നെ നിയമസഭാ സാമാജികരിൽ പലരും പോയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നാണ് വ്യക്തമാകുന്നത്. അതായത് മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ അതിശക്തമായി CPMനെ വിമർശിക്കുന്നവരിൽ മുൻഗണനയിലുണ്ട്. നമുക്കറിയാം, തൃശ്ശൂർ സുരേഷ് ഗോപി വിജയിച്ചത്, അതായത് NDA സ്ഥാനാർത്ഥി BJP ടിക്കറ്റിൽ നിന്ന് വിജയിച്ചത് ഒരിക്കലും CPIയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല. കോൺഗ്രസ് വർഷാവർഷങ്ങളിലായി ശിഥിലീകരിക്കപ്പെടുന്നു എന്ന് ഇടതുപക്ഷം ഘോരഘോരം ബാധിച്ചു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ആ കോൺഗ്രസ്സിലേക്ക് പോകാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ പല കോണിൽ പല രാഷ്ട്രീയ നടപടികളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂരിൽ ഒരുപക്ഷെ കോൺഗ്രസ് ശക്തിപ്പെട്ടാൽ അത് തീർച്ചയായും കോൺഗ്രസ് ഭരണ വിജയത്തിലേക്ക്, അതായത് തിരിച്ചുവരവിന് കാതലായ കാര്യം വഹിക്കും. അതിനിടയിലാണ് CPIയിലെ പൊട്ടിത്തെറിയും ശക്തമായി തുടരുന്നത്. കെ രാജൻ പറഞ്ഞിരിക്കുന്ന ഒരു മറുപടിയുണ്ട്. അതായത് CPMനെ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കാതെ പോകുന്നത് CPIയുടെ ദൗർബല്യമായി തന്നെയാണ് ഇപ്പോൾ CPM കണക്കാക്കുന്നത്. ഞങ്ങളുടെ MLA-മാരെ ജയിപ്പിക്കാൻ ഞങ്ങൾ CPMൻ്റെ അടിമകളായി നിൽക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അവരോട് അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ആർക്കും തന്നെ CPIM വോട്ട് തന്നിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ വോട്ടുകളെല്ലാം തന്നെ CPIMന് കൃത്യമായി ലഭിക്കുന്നുമുണ്ട്. ഇത്തവണ നമുക്കറിയാം, വളരെ ദയനീയമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ പ്രകടനം എന്നുള്ളതാണ്. ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും BJP പ്രകടനം നടത്തിയതിൻ്റെ അത്ര പോലും എത്താൻ വെമ്പുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. ആലപ്പുഴയിലും അതുപോലെ തന്നെ തൃശ്ശൂരിലും ഒക്കെ ദയനീയമായിരുന്നു, തിരുവനന്തപുരത്ത് അതിദയനീയമായിരുന്നു. ഈ സാഹചര്യം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, CPIയെ ഇങ്ങനെ ബലിയാടാക്കാൻ വേണ്ടി നിർത്താൻ ഇനി സമ്മതിക്കില്ല എന്ന ബിനോയ് വിശ്വത്തിൻ്റെ ശക്തമായ നിലപാട്. UDFിലേക്ക് പ്രത്യേക ബ്ലോക്കായി മാറുമോ എന്നതുപോലും സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥ. കോൺഗ്രസിൻ്റെ ഒരു സഹായത്തോടു കൂടി മത്സരിച്ചാൽ തീർച്ചയായും ഈ സീറ്റുകളെല്ലാം തന്നെ നിലനിർത്താൻ കഴിയുമെന്ന് അവർക്ക് ഏറെ പ്രതീക്ഷയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷവുമായുള്ള, പ്രത്യേകിച്ചും EP ജയരാജൻ കൺവീനറായിരിക്കുന്ന അദ്ദേഹം എല്ലാ തരത്തിലും BJPക്ക് വേണ്ടി ഡീൽ നടത്തുന്ന വ്യക്തിയാണ് എന്ന് പരോക്ഷമായി തന്നെ CPIയിൽ ആക്ഷേപമുള്ള ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIയുടെ നിലപാട് എന്തു തന്നെയായിരുന്നാലും ആ നിലപാട് ശക്തമായി തന്നെ അറിയിക്കാൻ സംസ്ഥാന കമ്മിറ്റിയിലും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റികളിലും ആ പ്രമേയം പാസ്സാക്കാൻ ശക്തനായി തന്നെ അവിടെ ബിനോയ് വിശ്വം തുടരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. CPIക്ക് വരും ദിവസങ്ങളിൽ അത് കൃത്യമായും പ്രകടിപ്പിക്കേണ്ട വേദികളിൽ പ്രകടിപ്പിക്കും എന്ന് തന്നെ ഒരു താക്കീത് രൂപത്തിൽ നൽകി കഴിഞ്ഞിരിക്കുന്നു.